ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ശനിയാഴ്ചയ്ക്ക് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ശനിയാണ്. അതായത് ഓഗസ്റ്റ് 23. അമാവാസിയും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ഓഗസ്റ്റ് 23. ഇത് ശനി അമാവാസിയായിട്ടാണ് ആചരിക്കുന്നത്. സൂര്യപുത്രനും നീതിയുടെ ദേവനുമായ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ ലഭിക്കുന്ന ഒരു അസുലഭ ദിവസമാണ് ഇന്ന്. ആ ഒരു ദിവസം വർഷം തോറും ഇടവമാസത്തിൽ വരുന്ന ഈ ദിവസം ശനി അമാവാസിയാണ് ശനീശ്വര ജയന്തിയായിട്ടും ആചരിക്കുന്നത്. ഇതിനു പുറമെ ചിലപ്പോൾ ചിങ്ങത്തിലും ധനുമാസത്തിലുമൊക്കെ ശനിയാഴ്ചകളിൽ അമാവാസി ഒന്നിച്ച് വരാറുണ്ട്. അതിലൊന്ന് ഈ ആഴ്ച, അതായത് 2025 ഓഗസ്റ്റ് 23 വരുന്ന ശനി അമാവാസിയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ശനി അമാവാസി ഇടവമാസത്തിലെ ശനി ജയന്തിയാണ്. ഇനി ശനിദോഷമുക്തിക്ക് ഏറ്റവും ഉത്തമമായ ഈ ദിവസം ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പെട്ടെന്ന് ദുരിതദോഷങ്ങൾ അകലും. നമുക്കറിയാം, ശനി ബാധിച്ചാലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായ എല്ലാവിധ ദുർഭാഗ്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ദുരിതങ്ങളിലോട്ട് വിട്ടൊഴിയാതെ നമ്മുടേത് പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക മാത്രമാണ് നമുക്ക് ഏക ഒരു വഴി. അപ്പോൾ അതിനായിട്ട് ഈ വരുന്ന ശനിയാഴ്ച ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അത് അപ്രതീക്ഷിത സൗഭാഗ്യവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയാനായിട്ട് ഈ ഒരു ദിവസം നമ്മൾ ശനീശ്വരനെ ധ്യാനിച്ചാൽ സാധിക്കും. ഇത് അനേകം ആളുകളുടെയൊക്കെ അനുഭവമാണ്. ഈ ദോഷം അല്ലെങ്കിൽ മാത്രമല്ല പൃഥുദോഷവും കാളസർപ്പദോഷവും ഒക്കെ ശനിയാമാവാസി നാളിൽ ശാസ്താവിനെയോ അയ്യപ്പനെയോ ശനീശ്വരനെയോ ഒക്കെ ഭജിച്ചാലായിട്ട് നമുക്ക് ശമിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മൾ എള്ളെണ്ണ വിളക്ക് കത്തിക്കുക, അതുപോലെ നീരാഞ്ജനമൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നടത്തുക. ശാസ്ത അയ്യപ്പ ക്ഷേത്രത്തിൽ എള്ളുപായസമൊക്കെ നമ്മൾ ഈ ദിവസം നടത്തുന്നത് നമുക്ക് ഈ ദുരിതങ്ങളെല്ലാം മാറി നമുക്ക് ഐശ്വര്യം ഉണ്ടാവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശാസ്ത്ര ശനീശ്വര മന്ത്രങ്ങൾ ഈ ദിവസം ജപിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വഴിയാണ്. അത് ശനിദോഷങ്ങൾ അകറ്റുന്നതിന് ഏറ്റവും ഉത്തമം ശനീശ്വര സ്തോത്രമാണ്. അത് നമ്മൾ നമ്മുടെ വീടുകളിൽ വൈകിട്ട് എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിച്ച് ശനി ഭഗവാനെയും അതുപോലെ തന്നെ ശാസ്താവിനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ച്, അയ്യപ്പനെയും ധ്യാനിച്ച് നമ്മുടെ മനസ്സിൽ ഈ ശനീശ്വര മന്ത്രവും ശനി ഗായത്രി മന്ത്രവും ശനി ഈശ്വര നാമങ്ങളൊക്കെ ജപിക്കുന്നത് എല്ലാവിധ നമ്മുടെ ജീവിതത്തിലുള്ള ശനി ദോഷങ്ങൾ മാറുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗമാണ്. അത് ഈ വരുന്ന ശനിയാഴ്ച അമാവാസിയും ശനിയാഴ്ച ഒന്നിച്ച് വരുന്ന ദിവസമാണ് ഏറ്റവും ഗുണകരമായ ഒരു ദിവസം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലെ ശനിയെ കൊണ്ടുള്ള എല്ലാ കഷ്ടതകളും മാറുവാനായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശനീശ്വര മന്ത്രവും ഒക്കെ ശനീശ്വര സൂത്രവും ഒക്കെ ചൊല്ലുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.